വളരെ പ്രസക്തിയുള്ളൊരു ഒരു ഇവൻ്റാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഒരു ഡേ ടു ഡേ നമ്മളുടെ ഇൻട്രാക്ഷൻസിലും നമ്മൾ പരിചയപ്പെടുന്ന ആളുകളിലും നമ്മളുടെ തന്നെ വീടുകളിലും കുടുംബങ്ങളിലും ഒക്കെയുള്ള ആളുകൾ ഈ അൾഷൈമേഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ മറവി എന്ന് പറയുന്നത് മനുഷ്യനെ ഇപ്പോൾ നേരിട്ടോ അല്ലാതെയോ നമ്മളെ ഭീതി ഉള്ളവരാക്കുന്നൊരു അവസ്ഥയാണ്. ഇപ്പോൾ നമ്മളുടെ കൂട്ടുകാർ തന്നെ പറയും, പിന്നെ അയ്യോ എന്താ കാലത്ത് കഴിച്ചത് വെച്ചാൽ മറന്നുപോയി, എനിക്ക് അൾഷൈമേഴ്സാണോ എന്ന് കോമഡി ആയിട്ട് പറയുന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇത് ഈ കോമഡിയാണ് പറയുന്നതെങ്കിലും ഇതിൻ്റെ ചെറിയ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നമ്മളുടെ ബ്രെയിനിൽ പതിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മളുടെ തൊട്ടു മുമ്പത്തെ തലമുറയിൽ ഉണ്ടാകുന്ന ഈ മറവി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ പണ്ടത്തേക്കാൾ കൂടുതൽ ഇതിനോട് ഭീതിയുള്ള ആളുകളാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് നേരിടാം, അല്ലെങ്കിൽ അതിൻ്റെ ഈ തുടക്കം മുതലേ ഈ മറവി വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഭയം, നമ്മൾക്ക് തന്നെ ഉണ്ടാകുന്ന ഭയം, അയ്യോ എനിക്ക് മറവിയാണോ, ഞാൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും പലപ്പോഴും ഈ അവസ്ഥയ്ക്ക്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ നേരിടാം, ആ ഒരു സ്റ്റിഗ്മയെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതൊക്കെ കുറേ നാൾ മുമ്പ് തൊട്ടേ എനിക്ക് പേഴ്സണലി ഞാൻ ആലോചിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് ഏറ്റവും ഉപയുക്തമായിട്ടുള്ളൊരു കോൺഫറൻസ് എന്നുള്ള രീതിയിൽ പൊതുവെ ആളുകൾക്ക് പങ്കെടുക്കാവുന്ന ഒരു സംശയ നിവാരണത്തിന് ഒരുപാട് എക്സ്പേർട്സ് വരുന്ന ഒരു കോൺഫറൻസാണ് ഈ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ ട്രാൻസ്ലേഷണൽ ന്യൂറോ സയൻസ് എന്ന് പറയുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ സംഘടിപ്പിക്കുന്ന ഈ കോൺഫറൻസ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മളോടൊക്കെ സംസാരിക്കും പലരും ഈ മ്യൂസിക് തെറാപ്പി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഒരു സയൻറ്റിഫിക് ഇത് എവിടം വരെ എത്തി, അല്ലെങ്കിൽ അത് എന്തുമാത്രം ഡെലിവർ ചെയ്യാൻ പറ്റും പേഷ്യൻസിന് എന്നൊക്കെ ഉള്ളത് വേറെ രീതിയിൽ ചർച്ചകൾ നടക്കുന്നു. പക്ഷേ ഒന്ന് നമുക്ക് ഉറപ്പുണ്ട്, കാരണം ഈ സംഗീതം എന്ന് പറയുന്നത് പൊതുവിൽ എല്ലാ കലാരൂപവും സുകുമാര കലകൾ എന്ന് നമ്മൾ പറയും, അതിനൊക്കെ ഉള്ളൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് കേൾക്കുക, കാണുക, അനുഭവിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അനുഭൂതി നമുക്ക് കിട്ടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്ന ഉറപ്പായിട്ടും നമ്മളെ സന്തോഷിപ്പിക്കും. നമ്മളുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിനിൽ ഒരു ഡീഫ്രാഗ്മെൻറ്റേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പണ്ടൊക്കെ വിൻഡോസ് കമ്പ്യൂട്ടറിൽ ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യാൻ ഇടും. ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള മെമ്മറി സെൽസിനെയൊക്കെ ഒരുപാട് അടുപ്പിച്ചുകൊണ്ട് ഒരു കയ്യൊതുക്കത്തിൽ ആക്കുന്ന ഒരു ഡീഫ്രാഗ്മെൻറ്റേഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ ഒരു പരിപാടി ഈ കലകൾക്കുണ്ട്. സംഗീതം, ഇപ്പം നമ്മൾ സംഗീതത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ സംഗീതം ഇപ്പം ഞാൻ പേഴ്സണലി കേൾക്കുമ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും അത് അനുഭവിക്കുമ്പോഴും ഒക്കെ നമുക്ക് കിട്ടുന്നൊരു റിലാക്സേഷൻ, നമ്മളുടെ ബ്രെയിനിനെ അത് എന്തോ ഒരു കുളിർ കാറ്റ് കൊണ്ട് തഴുകുന്നത് പോലെ നമുക്ക് തോന്നും. നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, അതായത് നമ്മുടെ ഡോപ്പമിൻ കൂടുക, കോർട്ടിസോളിൻ്റെ അളവ് കുറയുക എന്നൊക്കെ പറയുന്ന പ്രതിഭാസം അവിടെ സംഭവിക്കുന്നുണ്ട്. അത് എത്രമാത്രം അളവ് കുറയുന്നു കൂടുന്നു എന്നൊക്കെ ഉള്ളത് നമ്മളുടെ ഡീകോഡിങ്ങിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. നമ്മളെന്തുമാത്രം സന്നദ്ധനാണ് അത് ആസ്വദിക്കാൻ എന്നുള്ളതനുസരിച്ചിരിക്കും. അപ്പോൾ സംഗീതമായാലും ഇപ്പോൾ മണ്ഡല ആർട്ട് എന്നൊക്കെ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ കുറേ വരുന്നപ്പോൾ അത് ആർക്കും വരയ്ക്കാൻ അറിയാത്തവർക്ക് ഒരു പരീക്ഷണ സ്വഭാവത്തിൽ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഓരോ വരകൾ അതൊരു സിമെട്രിക്കലായിട്ട് വരുന്നു, അതിൻ്റെ വരകൾ ഫോളോ ചെയ്തിട്ട് അത് രൂപമായി നമ്മൾ പോലും അറിയാതെ മാറുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് പരിപാടികൾ പല ആളുകളും പരീക്ഷിക്കുന്നുണ്ട്. വെറുതെ ഇരിക്കുന്ന ഒരുപാട് ഐഡിൽ ടൈമുകളുള്ള ആളുകൾ ഒക്കെ അത് ചെയ്യുന്ന അവർ സന്തുഷ്ടരാകുന്ന, അവർ തന്നെ ഫ്രെയിം ചെയ്ത് അവരുടെ ചുമരുകളിൽ പതിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഇവൻ്റാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ ട്രാൻസ്ലേഷണൽ ന്യൂറോ സയൻസ് എന്ന് പറയുന്ന ഈ കോൺഫറൻസ് അത് സംഘടിപ്പിക്കുന്നത് ക്യുസാറ്റിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജിയാണ്. സെൻറ്റർ ഫോർ ന്യൂറോ സയൻസിൽ സയൻറ്റിസ്റ്റ് അവരുടെ ലാബിൽ ചെയ്ത പരീക്ഷണങ്ങൾ, അവർ കണ്ടെത്തിയ പ്രൂഫുകൾ, അല്ലെങ്കിൽ അവർ കണ്ടെത്തിയ കൺക്ലൂഷൻസ്, അത് പൊതുജനവുമായിട്ട് ലളിതമായ ഭാഷയിൽ, അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുജനത്തിന് ഒരുപാട് ഗുണം, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സെഷനായിരിക്കും ഇത്.
അവരെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ളൊരു അപേക്ഷയാണുള്ളത്. ഇൻക്ലൂഡിങ് ഞാനടക്കം ഇതിനെ ഒരു സയൻസ് എന്നുള്ള രീതിയിൽ ഒരു രീതിയിലും കയ്യെത്താൻ പിടിക്കാൻ പറ്റാത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിലും എനിക്കും ഇതിൽ പങ്കെടുക്കാനുള്ളൊരു കൗതുകം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കുക. താങ്ക് യു.